എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് യുദ്ധം തീർന്നതോടുകൂടി നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നടപ്പിലാവാൻ പോകുന്നത്. വാണിജ്യ സിലിണ്ടറിലും അതുപോലെ തന്നെ LPG സിലിണ്ടറിലും പൈപ്പ് ലൈനിലൂടെ വരുന്ന ഗ്യാസും ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏകദേശം തീർന്ന് ഹോർമോസ് കടലിടുക്ക് തുറന്നതോട് കൂടിയിട്ട് LPG വിലയിൽ വലിയ കുറവ് വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യഘട്ടത്തിൽ വാണിജ്യ സിലിണ്ടറിന് 1000 രൂപ വരെ കുറഞ്ഞേക്കാം. 500 മുതൽ 700 രൂപ വരെ കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 1000 രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. യുദ്ധത്തിന് മുമ്പ് 1500ഓളം രൂപയുണ്ടായിരുന്നതാണ് ഇപ്പോൾ 3000-ന് മുകളിൽ എത്തി നിൽക്കുന്നത്. അതിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഇനി ഉണ്ടാകും എന്നുള്ളതാണ്. ഗണ്യമായിട്ടുള്ള കുറവ് മാത്രമല്ല, അതിനുശേഷം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലും വില കുറവ് വരും എന്നുള്ളതാണ്. നിയന്ത്രണത്തിലും കുറവ് ഉടൻ പ്രഖ്യാപിക്കും. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിങ്ങിന് നിയന്ത്രണം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനുള്ളത്. വിലയിലും കുറവ് വരും. 100 രൂപ അല്ലെങ്കിൽ 150 രൂപ വരെ വില കുറവ് വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഗണ്യമായിട്ടാണ് ഇപ്പോൾ വില ആഗോള വിപണിയിൽ കുറഞ്ഞിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ വില കുറഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വില കുറയ്ക്കാതെ എത്ര മാസമാണ് കേന്ദ്ര സർക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നും നമ്മൾ കാത്തിരുന്ന് കാണണം. വാണിജ്യ സിലിണ്ടറിന് വില കുറക്കുമ്പോഴും ഗാർഹിക സിലിണ്ടറിന് നിലവിലുള്ള വിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പെട്രോൾ ഡീസൽ വിലയിലും ആഗോള വിപണിയിൽ വലിയ വിലക്കുറവ് ഉണ്ടായി എങ്കിലും അതിന്റെ പശ്ചാത്തലത്തിലുള്ള വിലക്കുറവ് നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, KYC ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചെയ്യുക. KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് സബ്സിഡി സിലിണ്ടർ ലഭിക്കുന്ന ആളുകൾക്ക് KYC നിർബന്ധമാണ്. നേരത്തെ 10 സിലിണ്ടർ ഉണ്ടായിരുന്നത് അത് പിന്നീട് 9 ആക്കുകയും ഇപ്പോൾ 4 ആക്കുകയും ചെയ്തിട്ടുണ്ട് സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം. സബ്സിഡി സിലിണ്ടർ ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർ നിർബന്ധമായിട്ടും എല്ലാ വർഷവും KYC പൂർത്തീകരിക്കേണ്ടതാണ്. LPG കണക്ഷൻ ഒഴിവാക്കി PNGയിലേക്ക് മാറേണ്ടതുണ്ട്. അതായത് പൈപ്പ് ലൈൻ കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ നമ്മുടെ വീട് പരിസരത്ത് ലഭ്യമാണ് എങ്കിൽ വീടുകളിലേക്ക് എടുക്കുകയും PNGയിലേക്ക് മാറുകയും LPG കണക്ഷൻ റദ്ദാക്കുകയും വേണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് കണക്ഷൻ വരുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കൊച്ചി, എറണാകുളം നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷനുകൾ ലഭ്യമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ പ്രധാന പൈപ്പ് ലൈനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാന ടൗണുകളിൽ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും പ്രാഥമിക പൈപ്പിടലും ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 3000 വീടുകളിലേക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു. മണ്ണഞ്ചേരി, മുഹമ്മ, കഞ്ഞിക്കുഴി, ആര്യാട്, തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. 26,000 ഹൗസ് കണക്ഷനുകൾ ഇതിനകം ഇവിടങ്ങളിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ 3000 കണക്ഷൻ കൂടി നൽകിയിട്ടുള്ളത്. സിലിണ്ടർ ഗ്യാസുകളേക്കാൾ ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് PNG, CNG ഗ്യാസുകളുടെ ഒരു പ്രത്യേകത. നിലവിൽ PNGക്ക് യൂണിറ്റിന് ഏകദേശം 90 പൈസ മുതൽ 180 പൈസ വരെ കുറച്ചിരുന്നു. CNGക്ക് കിലോക്ക് ഏകദേശം 1.25 മുതൽ 2.50 രൂപ വരെ കുറഞ്ഞിരുന്നു. നിലവിൽ സിലിണ്ടർ ഗ്യാസിന് ജില്ലകൾ മാറുമ്പോൾ വിലയിൽ വ്യത്യാസമുണ്ടാകും. എന്നാൽ PNG, CNG ഗ്യാസുകൾക്ക് എത്ര ദൂരത്തിലായാലും ഒരേ വിലയായിരിക്കും. നിലവിലെ സിലിണ്ടർ വിലയേക്കാൾ ആശ്വാസമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പണവും മാത്രം നൽകിയാൽ മതി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട്. സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട, ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട. 24 മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും PNG വഴിയില്ല.
വായുവിനേക്കായും മർദ്ദം കുറവായതിനാൽ തന്നെ ചോർന്നാലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും. മെയിൻ പൈപ്പുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാൻ ആയെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നീട്ടുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട വിധം നിങ്ങളുടെ പ്രദേശത്ത് പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടേതാണ് എന്ന് മനസ്സിലാക്കി, അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളതാണ് എങ്കിൽ അദാനി ഗ്യാസ് ഏജൻസിയുടേതാണ്. ഇതിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം. തിരിച്ചറിയൽ രേഖയും കെട്ടുന്ന നികുതി രസീറ്റും അപേക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണം. മറ്റുള്ള ജില്ലകളിലാണ് എങ്കിൽ ആ ഏജൻസിയിലെയും ഇതുപോലെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ജൂൺ 30 ഇതിന് അവസാന സമയം പറഞ്ഞിരുന്നത്. ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുക. അതുപോലെ തന്നെ PNG കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരും LPG കണക്ഷൻ റദ്ദാക്കണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. പുതിയ വില 1-ാം തീയതി പ്രഖ്യാപിക്കും. ആ ഒരു വില വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് ഒന്നുകൂടി അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.